ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും യേശുവിൽ വിശ്വസിച്ചു. യോഹന്നാൻ 4-ാം അധ്യായം. സമരിയാക്കാരിയും യേശുവുമായിട്ടുള്ള ദൈവീക പ്ലാനിലുള്ള കൂട്ടുമുട്ടൽ. അവരാദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ സ്വർഗത്തിന് അവളെ അറിയാം. അവൾ അറിയാതെ തന്നെ ഇങ്ങനെ ഒരാളെ കാത്തിരിക്കുന്നു. ക്രിസ്തു വരുമ്പോൾ അവനെല്ലാം അറിയിച്ചു തരും എന്ന് അവൾ പറയുകയാണ്. യേശു അവളുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ അവൾ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് ഇതുവരെ ഒറ്റപ്പെട്ടിരിക്കാൻ ആഗ്രഹിച്ചവൾ, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ മടിച്ചിരുന്നവൾ, പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് എല്ലാരെയും കൂകി വിളിച്ചിട്ട് പറയുന്നു, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരുത്തൻ. ഞാൻ ചെയ്തതൊക്കെയും ആരും എന്നോട് പറയരുതേ എന്ന് ആഗ്രഹിച്ചവൾ, അവൾ പറയുന്നു, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരുത്തൻ. അതൊരു വലിയ കാര്യമാണോ? നിങ്ങൾ ചെയ്തതൊക്കെയും നിങ്ങളോട് പറയുന്ന ഒരുത്തൻ നിങ്ങളുടെ അകത്ത്. അത് വലിയ കാര്യമാണ്. ഹൃദയമാറ്റ ശസ്ത്രക്രിയ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ വിജയകരമായി നടന്നു. അത് വലിയ വാർത്തയാണ്. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഹൃദയം മാറ്റിയിട്ട് ഹെലികോപ്റ്ററിൽ അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. പോലീസും മറ്റു കാര്യങ്ങളും എല്ലാം ജാഗ്രതയോടെ ഇരിക്കുകയാണ്. അത്ഭുതകരമായ കാര്യം. ഇവിടെ ഹൃദയമല്ല മാറ്റുന്നത്, ഞാൻ മാറുകയാണ്. എൻ്റെ ഞാൻ മാറിയിട്ട് അവൻ വരികയാണ്. ഇത്രനാൾ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഇപ്പോൾ അവൻ എന്നോട് പറയുമ്പോൾ സ്ഥിതി മാറുകയാണ്. നമ്മളെ ക്ഷീണിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ലോകത്തിൻ്റെ അളവുകോൽ എന്നൊരു വിഷയമുണ്ട്. അതിന് പറയുന്ന പേര്, യേശു പറയുന്ന പേര് യാക്കോബിൻ്റെ വെള്ളം എന്നാണ്. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. യോഹന്നാൻ സ്നാനം കഴിപ്പിക്കുകയാണ്. അവിടെ കുറേ ആൾക്കാർ പോകുന്നുണ്ട്. യേശുവും ശിഷ്യന്മാരും വേറൊരു സ്ഥലത്ത് സ്നാനം കഴിപ്പിക്കുകയാണ്. യേശുവിന് പകരം ശിഷ്യന്മാരാണ് സ്നാനം കഴിപ്പിക്കുന്നത്. പക്ഷെ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ യേശുവിൻ്റെ അടുത്താണ് വരുന്നത്. അപ്പോൾ ആ ഭാഗത്തൊരു വർത്തമാനമുണ്ടായി. കൂടുതൽ പേരെ സ്നാനം കഴിപ്പിക്കുന്നത് യേശുവാണ്. പരീശന്മാരുടെ ഇടയിൽ ഇതൊരു ചർച്ചയാണ്. കൂടുതൽ പേരെ സ്നാനം കഴിപ്പിക്കുന്നത് യേശുവാണ്. യോഹന്നാനേക്കാൾ കൂടുതൽ സ്നാനം. യോഹന്നാൻ കഴിഞ്ഞ ആഴ്ച 100 പേരെ സ്നാനപ്പെടുത്തി, ഇവൻ 550 പേരെ സ്നാനപ്പെടുത്തി. ഇത് കർത്താവ് കേട്ടപ്പോൾ അപ്പം തന്നെ ശിഷ്യന്മാരെ വിളിച്ച്, നിർത്തിക്കോ, സ്നാനമെല്ലാം നിർത്തിക്കോ, നമുക്ക് പോകാം, ഇവിടെ ഇനി നിന്നിട്ട് കാര്യമില്ല. ഗലീലയ്ക്ക് യാത്രയായിരുന്നു. ആത്മീയ തലസ്ഥാനം യെരുശലേം, അത് ഉൾക്കൊള്ളുന്ന യഹൂദ്യ, മതപണ്ഡിതന്മാരും ശാസ്ത്രിമാരും നിൽക്കുന്ന യഹൂദിയെ വിട്ടിട്ട് അവൻ ഗലീലയ്ക്ക് യാത്രയായി. യോഹന്നാന്റെ സുവിശേഷം മൊത്തം അങ്ങനെയല്ലേ? ഒരധ്യായത്തിൽ അവൻ ഗലീലയിലാണ്, അടുത്ത അധ്യായത്തിൽ അവൻ യഹൂദിയിലാണ്. പിന്നെയും അവൻ ഗലീലയ്ക്ക് പോകും, പിന്നെയും യഹൂദിക്ക് പോകും. ഇത് തന്നെ കാര്യം. ഈ ലോകത്തിൻ്റെത് യാക്കോബിൻ്റെ വെള്ളം കയറി വരുമ്പോൾ ഉടനെ ഗലീലയ്ക്ക് വിട്ടോണം. ശുശ്രൂഷയിൽ അങ്ങ് ഉയർന്നു വരുമ്പോൾ, സാമ്പത്തികമായി ഉയർന്നു വരുമ്പോൾ, കാറിലും വീടിലും ശുശ്രൂഷയിലും കുടുംബത്തിലും കുഞ്ഞുങ്ങളിലും ലോകത്തിൻ്റെ കാര്യങ്ങളിലും എല്ലാ സന്തോഷം കയറി വരുമ്പോൾ, ആ ഞാൻ കയറി വരുമ്പോൾ നേരെ ഗലീലയ്ക്ക് വിട്ടോണം. ഉപവാസ പ്രാർത്ഥന, വീട്ടിൽ തന്നെ ഇരുന്നോണം, വചനധ്യാനം. എന്തിനാണ്? അല്ലെങ്കിൽ വീണ്ടും ദാഹിക്കുന്ന വെള്ളം കുടിക്കേണ്ടി വരും. സ്ത്രീ യേശുവിനോട് ചോദിക്കണം, യജമാനെ, നിന്റെ കയ്യിൽ പാത്രമില്ല, കിണറാഴമുള്ളതാണ്, ഈ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന് കിട്ടും? ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ? ഉണ്ട്. പരീശന്മാർ പറഞ്ഞു, യോഹന്നാനാണോ യേശുവാണോ വലിയതെന്നാണ്. ഇവൾ ചോദിക്കുന്നു, ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനാണോ? യേശുവിൻ്റെ മറുപടിയാണ്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ ഒരു ഉറവായിത്തീരും, നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന ഉറവായിത്തീരും. ഇത് വലിയൊരു സംശയം നമ്മളിൽ ജനിപ്പിക്കും. കർത്താവേ, ഞങ്ങൾ നിൻ്റെ അടുക്കേ വന്നു, നീ ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ തന്നു, ഞങ്ങളുടെ ദാഹം മാറിയില്ലല്ലോ, പൂർണ്ണമായിട്ട് ദാഹം മാറി ആരെയും ഞങ്ങൾ കാണുന്നില്ലല്ലോ. അത് മനസ്സിലാക്കണമെങ്കിൽ സമരിയക്കാരുടെ ജീവിതം നോക്കിയാൽ മതി. സമരിയക്കാർക്ക് ഇത് മനസ്സിലാവും. അതിനാണ് അവളുടെ ചരിത്രം പറയുന്നത്. യേശു പറഞ്ഞു, നീ നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് വരിക. എനിക്ക് ഭർത്താവില്ല. നീ പറഞ്ഞ സത്യമാണ്. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. പറയുമ്പോൾ ഒരു സെന്റൻസ് ആണ്, പക്ഷെ അനുഭവിച്ചവൾക്കറിയാം. അവളുടെ 50 കൊല്ലമാണ് അവൾ നരകിച്ചത്.
ഇപ്പോൾ ഉള്ളവൻ ഭർത്താവല്ല. റോക്കറ്റ് വിക്ഷേപണത്തിന് അത് പുറപ്പെടാൻ സമയത്താണ് നമ്മൾ ടി വിയിൽ കാണുന്നത്. അത് തീ തുപ്പിക്കൊണ്ട് ആകാശത്തിലേക്ക് ഉയരുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതിനു മുമ്പേ ശാസ്ത്രജ്ഞന്മാർ എന്തെല്ലാം കാര്യങ്ങൾ തയ്യാറാക്കും. ഇനി ബാങ്കിൻ്റെയൊക്കെ പരസ്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് 1 മണിക്കൂറിൽ ഹോം ലോൺ. എന്ത് സന്തോഷമല്ലേ! ഒരു ഭാര്യയും ഭർത്താവും കൂടെ ബാങ്കിൽ ചെന്നു 1 മണിക്കൂറിൽ ലോൺ കിട്ടുമെന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾക്കത് വേണം. അപ്പോൾ ഒരു ലിസ്റ്റ് എടുത്ത് വന്നിട്ട് പറയുന്നത് ഈ ഡോക്യുമെൻറ്റ്സ് ഇതെല്ലാം റെഡിയാണെങ്കിൽ ഇപ്പോൾ കൊണ്ടുപോവാ, 1 മണിക്കൂറിൽ ലോൺ തരാം. ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം തയ്യാറാക്കണമെങ്കിൽ മിനിമം ഒരു 4-5 മാസം എടുക്കും. അവരുടെ ഭാഗത്തെറ്റില്ല. ഇതെല്ലാം റെഡിയാണെങ്കിൽ അവർ 1 മണിക്കൂറിൽ ലോൺ തരും. സമരിയക്കാരി പറഞ്ഞു, ക്രിസ്തു വരുമ്പോൾ, മശിഹ വരുമ്പോൾ അവൻ സകലതും അറിയിച്ചു തരും. വന്നു. ഇത്രയും നാളിന് ശേഷമാണ് വന്നത്. വന്നപ്പോൾ അവളുടെ ഞാൻ മാറി, അവൻ സംസാരിച്ചു. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവൻ നിങ്ങളിലൂടെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ റോക്കറ്റ് പൊങ്ങി. നോക്കി, 1 മണിക്കൂറിനുള്ളിൽ ലോൺ കിട്ടി. യേശുവിന് പറയുന്ന, മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. വിതയ്ക്കുന്നത് ഒരുവൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നൊരു പഴഞ്ചൊൽ ഇവിടെ ഒത്തിരിക്കുന്നു. എന്താണ് പഴഞ്ചൊൽ എന്ന് പറയുന്നത്? വിതയ്ക്കുന്നവൻ തന്നെയാണ് കൊയ്യുന്നത്. പക്ഷേ വിതയ്ക്കുമ്പോൾ അവൻ എങ്ങനെയാണ്? വിതയ്ക്കുമ്പോൾ വിത്ത് ചുമന്നും കരഞ്ഞും കൊണ്ട് വിതയ്ക്കുന്നു. കൊയ്യുമ്പോൾ അവനല്ല കൊയ്യുന്നത്, അവൻ്റെ അകത്ത് വേറൊരാളാണ്. അതാരാണ്? കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു. ആള് മാറിയുണ്ടോ? ആ ഞാൻ മാറിയത് കണ്ടോ? ആ വിതച്ചപ്പോൾ ഞാൻ മാറിയിട്ട് കൊയ്തപ്പോൾ അവൻ വന്നത് കണ്ടോ? ശലോമോനെ, എൻ്റെ മുന്തിരിത്തോട്ടം എൻ്റെ കൈവശമിരിക്കുന്നു. ശലോമോനെ, നിനക്ക് 1000-ഉം ഫലം കാക്കുന്നവർക്ക് 200 ഇരിക്കട്ടെ. ശലോമോനെ, നിനക്ക് 1000-ഉം ഫലം കാക്കുന്നവർക്ക് 200 ഇരിക്കട്ടെ. അപ്പോൾ ശലോമോൻ 1000 കിട്ടി, വെള്ളിക്കാശ് കിട്ടി. ഫലം കാക്കുന്നവർക്ക് 200 കിട്ടി. അപ്പോൾ ഫലം എന്തിയേ? ഫലം വേറുള്ളവർ അനുഭവിക്കാൻ വേണ്ടി കൂട്ടി വച്ചിരിക്കുകയാണ്. വിതയ്ക്കുന്നവൻ കൊയ്യുന്നവനും ഒരുപോലെ സന്തോഷിപ്പാൻ തക്കവണ്ണം വിതയ്ക്കുന്നവൻ കൂലി വാങ്ങി നിത്യജീവങ്കിലേക്ക് വിളവ് കൂട്ടി വയ്ക്കുന്നു. നമ്മുടെ കർത്താവ് അത്ഭുതവാനാണ്. നിങ്ങൾ ധൈര്യമായിരിക്കണം. എത്ര നാളായി കർത്താവിലേക്ക് വന്നിട്ട്? കാര്യങ്ങളെല്ലാം താമസിച്ചില്ലേ? മറ്റെങ്ങും സംഭവിക്കാത്ത പോലെ ദുഃഖങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും വന്നില്ലേ? ഭാരപ്പെടരുത്. എലോൺ മസ്കിനേക്കാൾ, ട്രംപിനേക്കാൾ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനേക്കാൾ, പ്രധാനമന്ത്രിയേക്കാൾ, ആഭ്യന്തരമന്ത്രിയേക്കാൾ ഭാഗ്യം നിങ്ങൾക്ക് വച്ചിരിക്കുകയാണ്. ക്രിസ്തു നിങ്ങളിലൂടെ സംസാരിക്കും. നിങ്ങൾ സന്തോഷിക്കും. ഭക്ഷണം കഴിക്കാത്ത വിശന്നിരിക്കുന്ന യേശു കർത്താവ് പറയുന്നു, നിങ്ങൾ അറിയാത്ത ഒരു ആഹാരം എനിക്കുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതാണ് എൻ്റെ ആഹാരം. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. യേശു പറഞ്ഞു, സത്യ നമസ്കാരികൾ. എന്താണത്? തന്നെ ആരാധിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവിനൊരാഗ്രഹമുണ്ട്. തന്നെ ആരാധിക്കുന്നവർ എങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവിനൊരു കാഴ്ചപ്പാടുണ്ട്. അത് ചെയ്യും. ആര് ചെയ്യും? ഈ വചനം ചെയ്യും. പിതാവിൻ്റെ ഇഷ്ടം നോക്കി നീ ആരാധിക്കും. അതാണ് ആത്മാവിലും സത്യത്തിനുമുള്ള ആരാധന. അങ്ങനെ നീ ആരാധിക്കുമ്പോൾ പിതാവിൻ്റെ ഇഷ്ടം നീ അറിയുകയാണ്. എന്താണത്? അത് നിന്നെ ഞെട്ടിക്കുന്നതാണ്. അവൻ്റെ ഇഷ്ടം നീയാണ്. നമ്മൾ പറയുന്നുണ്ട് കർത്താവ് നമ്മുടെ എല്ലാം മേടിക്കാൻ നിൽക്കുകയാണ്. അല്ല, അവനെല്ലാം തരാൻ നിൽക്കുകയാണ്. ദൈവം ആത്മാവാകുന്നു. അവനെ നീ അറിയും. അതിന് യേശു തരുന്ന വെള്ളം നിന്നെ പ്രാപ്തനാക്കും. നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവാക്കും. നിന്റെ ഡെസ്റ്റിനേഷനിലേക്ക് ആ ഒരു ഗ്ലാസ് വെള്ളം നിന്നെ എത്തിക്കും. അത് നിന്നെ ഒരു ഉറവാക്കി മാറ്റും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. സ്വർഗം നിങ്ങൾക്ക് തുണയായിരിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ആഗ്രഹിക്കുന്നു, സ്നേഹിക്കുന്നു. അവർക്ക് നിങ്ങളുടെ ഇഷ്ടം വേണം. അതുകൊണ്ട് അവർ അവരുടെ ഇഷ്ടം നിങ്ങൾക്ക് തരും. അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.